Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഐ പി എസ് ഉദ്യോഗസ്ഥൻ കട്ട് മുറിച്ചു കളഞ്ഞു. ദ നെക്ക് ഓഫ് ടു റാറ്റ്സ്, രണ്ട് എലികളുടെ കഴുത്ത്. നെക്ക് എന്ന് വെച്ചാൽ കഴുത്ത് ഒരു IPS ഉദ്യോഗസ്ഥൻ മുറിച്ചു കളഞ്ഞു. ദെൻ അതിനുശേഷം സെഡ് പറഞ്ഞു, ടു ബ്രിങ് ദം ബാക്ക്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ. ബ്രിങ് ബാക്ക് എന്നാൽ തിരിച്ചു കൊണ്ടുവരിക. ബ്രിങ് ദം ബാക്ക്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ടു ലൈഫ്, ജീവിതത്തിലേക്ക്, അവറ്റകളെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥൻ രണ്ട് എലികളുടെ കഴുത്ത് മുറിച്ചു മാറ്റിയതിന് ശേഷം. ബൈ പെർഫോമിങ് ഹെവൻ എന്നാൽ അർത്ഥം പൂജ എന്നുള്ള അർത്ഥമാണ്. ഹോമം, ഇതൊക്കെയാണ് അർത്ഥം. ബൈ പെർഫോമിങ് ഹെവൻ, ഹോമം നടത്തിക്കൊണ്ട് അവറ്റകളെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വെൻ, ആ സമയത്ത്, ദ കോൺസ്റ്റബിൾ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കോൺസ്റ്റബിൾ, റാനവേ, ഓടിപ്പോയി. ഇൻ ഫിയർ, ഭയത്താൽ ഓടിപ്പോയി. ഹി, അദ്ദേഹം, ഈ IPS ഉദ്യോഗസ്ഥൻ, സ്ലാപ്ഡ് ഹിം, അദ്ദേഹത്തെ പ്രഹരിച്ചു. ആ കോൺസ്റ്റബിളിനെ പ്രഹരിച്ചു, അടിച്ചു. സ്ലാപ്പ് എന്നാൽ മുഖത്തടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. യു വിൽ ബി ഷോക്ക്ഡ്, നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും. ടു നോ ദ ഹോൾ മാറ്റർ, ഈ എല്ലാ കാര്യങ്ങളും കേട്ടുകഴിഞ്ഞാൽ, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും. ഒരു IPS ഉദ്യോഗസ്ഥൻ രണ്ട് എലികളുടെ കഴുത്തുകൾ മുറിച്ചു മാറ്റി. അതിനുശേഷം അദ്ദേഹം കോൺസ്റ്റബിളിനോട് പൂജ നടത്തിക്കൊണ്ട് അവറ്റകളെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് കേട്ട് ആ കോൺസ്റ്റബിൾ അവിടെ നിന്നും ഭയത്താൽ ഓടി രക്ഷപ്പെട്ടു. ആ IPS ഉദ്യോഗസ്ഥൻ ആ കോൺസ്റ്റബിളിനെ പ്രഹരിച്ചു, മുഖത്തടിച്ചു. ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിത്തരിക്കും. ഇതാണ് തലക്കെട്ട്. ട്രെയിനി ആയിട്ടുള്ള IPS ഉദ്യോഗസ്ഥൻ. ട്രെയിനി എന്നാൽ പരിശീലനം നടത്തുന്നവൻ എന്നുള്ള അർത്ഥമാണ്. പരിശീലനം നടത്തുന്ന IPS ഉദ്യോഗസ്ഥൻ രോഹൻജ, ഇദ്ദേഹത്തിൻ്റെ പേര് രോഹൻജ എന്നാണ്. പോസ്റ്റഡ്, നിയോഗിക്കപ്പെട്ട. ഇൻ ദ ഡിസ്ട്രിക്റ്റ് ഈസ് ദ ന്യൂസ് ദീസ് ഡേയ്സ്, ഈ ജില്ലയിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ എന്താണ്, ട്രെയിനി ആയിട്ടുള്ള, പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. ദീസ് ഡേയ്സ് എന്നാൽ ഈ ദിവസങ്ങളിൽ എന്നാണ് അർത്ഥം. ഹീ ഈസ് നോട്ട് ബീയിങ് ഡിസ്കസ്ഡ്, അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നില്ല, അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഫോർ ഹിസ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ജോലി കൊണ്ട് അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ബട്ട് എന്നാൽ ഫോർ ഹിസ് സ്ട്രേഞ്ച് ആൻറ്റിക്സ്, ആൻറ്റിക് എന്നാൽ കോമാളിത്തം, വിചിത്രമായ, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ വിചിത്രമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ജോലി കൊണ്ടല്ല. സച്ച് ആൻറ്റിക്സ്, ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള സ്വഭാവങ്ങൾ, പ്രവൃത്തികൾ. ദാറ്റ് ദർ ഈസ് പാനിക് ഇൻ ദ എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ആകമാനമുള്ള മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇത് ഭയപ്പെടുത്തുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. രോഹൻജ ഹാസ് ഈവൻ കോൾഡ്, അദ്ദേഹം വിളിക്കുക പോലും ചെയ്തു. ഹിംസെൽഫ്, അദ്ദേഹം സ്വയം വിളിക്കുക പോലും ചെയ്തു. അദ്ദേഹത്തെ തന്നെ വിളിക്കുകയാണ്. എൻ ഇൻക്രിനേഷൻ എന്നാൽ അർത്ഥം അവതാരം, ഇതൊക്കെയാണ് അർത്ഥം. ഇൻക്രിനേഷൻ ഓഫ് ലോർഡ് കാൽക്കിയുടെ ഒരു അവതാരമാണ് എന്നാണ് അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത്. അതുപോലും അദ്ദേഹത്തെ സ്വയം വിളിച്ചു. ഓൾദോ, എങ്കിലും. ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രൈഡ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിച്ചു. ഇറ്റ്സ് ബെസ്റ്റ് ടു സപ്രസ് ദ മാറ്റർ. സപ്രസ് എന്നാൽ ഇവിടെ അർത്ഥം വസ്തുത ഒളിച്ചു വയ്ക്കുക എന്നാണ് അർത്ഥം. പരസ്യമാക്കാതെ ഒളിച്ചു വയ്ക്കുക. പോലീസ് കഴിയുന്നത്ര ഈ കാര്യം ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. ദ മാറ്റർ കെയിം ഔട്ട്, എന്നാൽ ഈ കാര്യം പുറത്തു വന്നു. ഓൾദോ എന്നാൽ എങ്കിലും എന്നാണ് അർത്ഥം. ഇവിടെയാണിത് കൂട്ടി വായിക്കേണ്ടത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് കഴിയുന്നത്ര ഈ കാര്യം പരസ്യമാക്കാതെ
ഒപ്പിച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചു. എങ്കിലും ഈ കാര്യം പുറത്തറിഞ്ഞു. ലെറ്റ്സ് ടെൽ യു ദാറ്റ് 3 days ബിഫോർ 26 ജാനുവരി, ജാനുവരി 26 3 ദിവസങ്ങൾക്ക് മുമ്പ് ട്രെയിനി IPS രോഹൻജ ഫസ്റ്റ്, ഈ ട്രെയിനി IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള രോഹൻജ ഫസ്റ്റ് ആദ്യം ഡ്രോവ് ഓടിച്ചു. ഡ്രൈവ് എന്നാൽ ഓടിക്കുക എന്നുള്ള അർത്ഥമാണ്, വാഹനം ഓടിക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഡ്രോവ്. ഓടിച്ചു എ കാർ, ഒരു കാർ ഓടിച്ചു. ഇൻ ദ പരേഡ് ഗ്രൗണ്ട്, പരേഡ് ഗ്രൗണ്ടിൽ അദ്ദേഹം ഒരു കാർ ഓടിച്ചു. ആൻഡ് ദെൻ അതിനുശേഷം ടുക്ക് ഓഫ് അയച്ചു മാറ്റി. ടേക്ക് ഓഫ് എന്നാൽ അയച്ചു മാറ്റുക എന്നുള്ള അർത്ഥമാണ്. ടുക്ക് ഓഫ് അയച്ചു മാറ്റി ഹിസ് ക്ലോത്ത്സ് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ. ആൻഡ് അതിനുശേഷം റോൾഡ് ഇൻ ദ മഡ്, മഡ് എന്നാൽ ചെളി എന്നുള്ള അർത്ഥമാണ്. റോൾഡ് എന്നാൽ ഉരുണ്ടു എന്നുള്ള അർത്ഥമാണ്. അതിനുശേഷം അദ്ദേഹം ചെളിയിൽ ഉരുണ്ടു. അദ്ദേഹം ഒരു കാർ ഓടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. എന്നിട്ട് അവിടെ കിടന്ന് ആ ചെളിയിൽ കിടന്ന് ഉരുണ്ടു. ഹിസ് സ്ട്രേഞ്ച് ആൻറ്റിക്സ് അദ്ദേഹത്തിൻ്റെ വിചിത്രമായിട്ടുള്ള പ്രവൃത്തികൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ദർ, ആ പ്രവൃത്തികൾ അവിടെ നിന്നില്ല, അതുകൊണ്ട് അവസാനിച്ചില്ല. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം രോഹൻജ കോൾഡ്, രോഹൻജ വിളിച്ചു. എ കോൺസ്റ്റബിൾ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചു. ടു ഹിസ് റെസിഡൻസ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക്. ആൻഡ് ക്ലോസ്ഡ് ദ ഡോർ അതിനുശേഷം അദ്ദേഹത്തെ ആ പോലീസ് കോൺസ്റ്റബിളിനെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു. അതിനുശേഷം അദ്ദേഹം വാതിൽ അടച്ചു. ഡ്യൂറിങ് ദിസ് ഇതിനിടയിൽ ഹി കട്ട് അദ്ദേഹം മുറിച്ചു ദ നെക്സ് ഓഫ് 2 rats ആൻഡ് സെഡ് 2 എലികളുടെ കഴുത്ത് അദ്ദേഹം മുറിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വി ബോത്ത് നമ്മൾ 2 പേരും വിൽ ഡു ചെയ്യും എ ഹാവൻ ടുഗദർ, നമ്മൾ 2 പേരും ഒരു ഹെവൻ എന്നാൽ പൂജ, ഒരു ഹോമം, നമ്മൾ 2 പേരും ഒരുമിച്ച് ഒരു ഹോമം നടത്തും. ടുഗദർ എന്നാൽ ഒരുമിച്ച്. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ദീസ് റാറ്റ്സ് വിൽ കം അലൈവ് ഈ എലികൾ ജീവിക്കും. റാറ്റ്സ് വിൽ കം അലൈവ് എന്നാൽ ഈ എലികൾ ജീവിക്കും എന്നുള്ള അർത്ഥം. നമ്മൾ ഒരുമിച്ച് ഒരു ഹോമം നടത്തും. അതിനുശേഷം ഈ എലികൾ ജീവിക്കും. ദെൻ അതിനുശേഷം വി വിൽ സെർച്ച് നമ്മൾ തിരയും ഫോർ ബോത്ത് നമ്മൾ 2 ഫോർ ബോത്ത് റാറ്റ്സ്, ബോത്ത് എന്നാൽ 2 എന്നുള്ള അർത്ഥമാണ്. ആ 2 എലികളെയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവറ്റകളെ തിരയും. അവറ്റകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഡ്യൂറിങ് ദിസ് ഈ സമയത്ത് ദ കോൺസ്റ്റബിൾ വാസ് ഷോക്ക്ഡ് അദ്ദേഹം ഞെട്ടിത്തരിച്ചു. ടു ഹിയർ ദ വേർഡ്സ് ഓഫ് ദ IPS ഈ IPS ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ കേട്ട് ഇദ്ദേഹം അതിനിടയിൽ ഞെട്ടിത്തരിച്ചു. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദ കോൺസ്റ്റബിൾ ട്രൈഡ് ടു റൺ അവേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കോൺസ്റ്റബിൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ. ഫ്രം ദർ അവിടെ നിന്നും ഇദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ദ IPS സ്ലാപ്പ് ദ ക്ലർക്ക് അദ്ദേഹത്തെ ആ കോൺസ്റ്റബിളിൻ്റെ മുഖത്ത് IPS ഉദ്യോഗസ്ഥൻ അടിച്ചു. ഹവവർ എന്നാൽ ദ ക്ലർക്ക് ആ കോൺസ്റ്റബിൾ സംഹൗ എന്നാൽ എങ്ങനെയോ എന്നുള്ള അർത്ഥം. ഒരു വിധത്തിൽ ഇതൊക്കെയാണ് അർത്ഥം. സംഹൗ ഒരു വിധത്തിൽ എസ്കേപ്ഡ് രക്ഷപ്പെട്ടു. ഫ്രം ദ ക്ലച്ച് എന്നാൽ ഇവിടെ പിടിത്തം എന്നുള്ള അർത്ഥമാണ്. പിടിയിൽ നിന്നും. ക്ലച്ച് ഓഫ് ദ IPS ആൻഡ് ഇൻഫോംഡ് ദ RI ലൈൻ എബൌട്ട് ദ മാറ്റർ അദ്ദേഹം എങ്ങനെയോ ഒരു വിധത്തിൽ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ IPS ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം RI ലൈനിനെ ഈ കാര്യത്തെ പറ്റിയിട്ട് അറിയിച്ചു. RI എന്നാൽ അർത്ഥം റിസർവ് ഇൻസ്പെക്ടർ ലൈൻ, ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ആ ടീമിനെ ഇദ്ദേഹം അറിയിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അച്ചടക്കം ഇതൊക്കെ പാലിക്കുന്നതിനുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള വകുപ്പാണ്. അവരുടെ അച്ചടക്കം അതുപോലെ അവരുടെ സംഭവങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ള അതൊക്കെ നോക്കുന്ന ഒരു ടീമാണ് RI. ഈ കാര്യം ഈ RI ടീമിനോട് അദ്ദേഹം അറിയിച്ചു. നോട്ട് ഓൺലി ദിസ് ഇതുമാത്രമല്ല. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ദ IPS ഓൾസോ റീച്ച്ഡ് ദ ഓഫീസ്
റീച്ച്ഡ് ദ ഓഫീസ് ഓഫ് SP ട്രാഫിക്. അടുത്ത ദിവസം IPS ഓൾസോ റീച്ച്ഡ്, അദ്ദേഹം ഇങ്ങോട്ടേക്കും എത്തി. ദ ഓഫീസ് ഓഫ് SP ട്രാഫിക്, SP ട്രാഫിക്കിൻ്റെ ഓഫീസിലേക്കും അദ്ദേഹം എത്തി. ആൻഡ് അതിനുശേഷം ക്രിയേറ്റഡ് സൃഷ്ടിച്ചു എ റക്കസ് ദർ, അവിടെ ഒരു പ്രശ്നം അദ്ദേഹം സൃഷ്ടിച്ചു. റക്കസ് എന്നാൽ ഒച്ചപ്പാട്, കോലാഹലം, ഇതൊക്കെയാണ് അർത്ഥം. അവിടെയും ഒരു കോലാഹലം അദ്ദേഹം സൃഷ്ടിച്ചു. വാൻഡലൈസ്ഡ് നശിപ്പിച്ചു ഇറ്റ്. ആൻഡ് ടോർ മെനി റെക്കോർഡ്സ്, റെക്കോർഡ്സ് എന്നാൽ രേഖകൾ എന്നുള്ള അർത്ഥമാണ്, പ്രധാനപ്പെട്ട രേഖകൾ. മെനി റെക്കോർഡ്സ് ഒരുപാട് പ്രധാനപ്പെട്ട രേഖകൾ. ടോർ എന്നാൽ കീറി എന്നുള്ള അർത്ഥമാണ്, കീറിക്കളഞ്ഞു എന്നാണ് അർത്ഥം. അദ്ദേഹം ഈ SP ഓഫീസിൽ അദ്ദേഹം ഒച്ചപ്പാടുണ്ടാക്കി, കോലാഹലം സൃഷ്ടിച്ചു, അദ്ദേഹം നശിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രേഖകൾ, ഒരുപാട് പ്രധാനപ്പെട്ട രേഖകൾ അദ്ദേഹം കീറിക്കളഞ്ഞു. വെൻ ആൻ അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ടു സ്റ്റോപ്പിംഗ്, ഒരു ശ്രമം ഉണ്ടായി, അദ്ദേഹത്തെ തടയാനുള്ള ഒരു ശ്രമം ഉണ്ടായി. ആ സമയത്ത് ഹി ബീറ്റപ്പ്, അദ്ദേഹം മർദ്ദിച്ചു ദ ട്രാഫിക് പോലീസ് പേഴ്സണൽ എന്നാൽ ഉദ്യോഗസ്ഥ സമൂഹം എന്നുള്ള അർത്ഥമാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ ഇദ്ദേഹം പ്രഹരിച്ചു, അദ്ദേഹത്തെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത്. ഓൺ ഗെറ്റിംഗ് ദി ഇൻഫർമേഷൻ, വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദ SP സിറ്റി റീച്ച് ദ സ്പോട്ട്, കാംഡ് ദ IPS ആൻഡ് ടുക്ക് ഹിം ടു എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. സിറ്റി SP അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. സ്പോട്ട് എന്നാൽ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹത്തെ കാം എന്നാൽ ആശ്വസിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തെ ശാന്തനാക്കി. ആൻഡ് അതിനുശേഷം ടുക്ക് ഹിം ടു എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അദ്ദേഹത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വേർ അവിടെ, ആ ഹോസ്പിറ്റലിൽ ഹി വാസ് അഡ്മിറ്റഡ്, അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. ടു ദ സൈക്കിയാട്രിക് വാർഡ്, സൈക്കിയാട്രിക് എന്നാൽ മനോരോഗ ചികിത്സാപരമായ എന്നുള്ള അർത്ഥമാണ്. മനോരോഗ ചികിത്സിക്കുന്ന വാർഡാണ്. ആ വാർഡിൽ അദ്ദേഹത്തെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓൾസോ ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദി IPS, ഈ IPS ഉദ്യോഗസ്ഥൻ്റെ കുടുംബവും വേർക്കുള്ള കുടുംബത്തെയും വിളിച്ചു. ടു ദ ഹോസ്പിറ്റലിലേക്ക്. ആൻഡ് ആഫ്റ്റർ ഇൻഫോമിങ് ദം, അവരെ അറിയിച്ചതിന് ശേഷം, എബൌട്ട് ദ മാറ്റർ, ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയിച്ചതിന് ശേഷം, ദി IPS വാസ് സെൻറ്റ് ഓൺ എ 10-day ലീവ്, അദ്ദേഹത്തെ 10 ദിവസത്തെ ലീവ് അദ്ദേഹത്തിന് കൊടുത്തു. 10 ദിവസത്തെ ലീവിൽ അദ്ദേഹത്തെ അയച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹി ഓൾസോ മിസ്ബിഹേവ്ഡ്, അദ്ദേഹം മോശമായി പെരുമാറുകയും ചെയ്തു. വിത്ത് എ ഫീമെയിൽ ഓഫീസർ, ഒരു ഫീമെയിൽ ഓഫീസർ, ഒരു സ്ത്രീയായിട്ടുള്ള ഒരു ഓഫീസറോടും അദ്ദേഹം മോശമായിട്ട് പെരുമാറി. മിസ്ബിഹേവ് എന്നാൽ മോശമായി പെരുമാറുക എന്നുള്ള അർത്ഥമാണ്. അപമര്യാദയായി പെരുമാറുക. മിസ്ബിഹേവ്ഡ് അപമര്യാദയായിട്ട് പെരുമാറി. അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ, വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിവരപ്രകാരം കിട്ടിയ വിവരമനുസരിച്ച്, ദർ ഈസ് എ റെസിഡൻസ് ഓഫ് എ ഫീമെയിൽ IPS നെക്സ്റ്റ് ടു ദ ട്രെയിനി IPS, ഒരു ഫീമെയിലായിട്ടുള്ള സ്ത്രീയായിട്ടുള്ള IPS ഉദ്യോഗസ്ഥയുടെ താമസ സ്ഥലം അവിടെയുണ്ട്. നെക്സ്റ്റ് ടു എന്നാൽ അടുത്തായിട്ട് എന്നുള്ള അർത്ഥമാണ്. ദ ട്രെയിനി IPS, ഈ മാനസികമായിട്ട് പ്രശ്നമുള്ള ട്രെയിനി IPS ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തിന് അടുത്തായിട്ട് ഒരു സ്ത്രീയായിട്ടുള്ള ഒരു IPS ഓഫീസറുടെയും താമസ സ്ഥലം ഉണ്ട്. ദി IPS ഹാഡ് ഓൾസോ യൂസ്ഡ് അബ്യൂസീവ് ലാംഗ്വേജ് എന്ന മോശപ്പെട്ട എന്നുള്ള അർത്ഥം. മോശപ്പെട്ട വാക്കുകൾ, ഭാഷ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. എഗെയിൻസ്റ്റ് എതിരായിട്ട് ദ ഫീമെയിൽ IPS, സ്ത്രീയായിട്ടുള്ള IPS ഉദ്യോഗസ്ഥർക്ക് എതിരായിട്ട്. 3 days ബിഫോർ ദ ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം. ഈ സംഭവത്തിന് മുമ്പ്, ഈ സംഭവത്തിന് 3 ദിവസങ്ങൾ, ഒരു ദിവസം മുമ്പ് അദ്ദേഹം ഈ സ്ത്രീയോടും വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച്, വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ആ സ്ത്രീയോട് സംസാരിച്ചു. ദി ഫീമെയിൽ IPS ഹാഡ് ഇൻഫോംഡ്, സ്ത്രീ ഫീമെയിൽ ഉദ്യോഗസ്ഥ അറിയിച്ചു ദ ഹയർ അതോറിറ്റീസ്, ഉയർന്ന അധികാരികളെ, അബൌട്ട് ദിസ്, ഈ സംഭവത്തെ പറ്റിയിട്ട് ആ സ്ത്രീ ഉയർന്ന അധികാരികളെ അറിയിച്ചു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം, അതിനെ തുടർന്ന്, ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ദ മാറ്റർ,
പെട്ടെന്ന് നടപടിയെടുക്കുന്നു. ദ അതോറിറ്റീസ് ചേഞ്ച്ഡ് ദ റെസിഡൻസ് ഓഫ് ദ ഫീമെയിൽ IPS. ഈ ഫീമെയിൽ IPS ഉദ്യോഗസ്ഥയുടെ താമസ സ്ഥലം അവിടുന്ന് അധികാരികൾ മാറ്റി. ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ദ മാറ്റർ എന്നാൽ അർത്ഥം കോടതിയോ അല്ലെങ്കിൽ അധികാരികളോ ഒരു കാര്യം നോട്ടീസ് ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക, അത് പരിഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേക തീരുമാനം പെട്ടെന്ന് എടുക്കുക, ഇതാണ് അർത്ഥം.